അധ്യാത്മരാമായണം അയോധ്യാകാന്ഡം 12-ാം ദിവസം. രാഘവൻ അച്ഛന്റെ ഗൃഹത്തിൽ പ്രവേശിച്ച് ദുഃഖമില്ലാതെ കൈകേയി മാതാവിനെ വണങ്ങി, അമ്മേ, മനസ്സിൽ നിന്നും ദുഃഖം കളഞ്ഞാലും ലക്ഷ്മണനും ഞാനും സീതയും സന്തോഷത്തോടെ പുറപ്പെടുകയാണ്. അച്ഛൻ ദുഃഖമൊക്കെ വെടിഞ്ഞ് ഞങ്ങളെ പോകാൻ ആജ്ഞാപിക്കുകയേ വേണ്ടൂ. തനിക്ക് പ്രിയമായ വാക്കുകൾ കൈകേയി സംഭ്രമത്തോടെ പെട്ടെന്നെഴുന്നേറ്റ് രാമലക്ഷ്മണന്മാർക്ക് പ്രത്യേക വൽക്കലങ്ങൾ നൽകി. ശ്രീരാമലക്ഷ്മണന്മാർ മരവുരി ധരിച്ച് ആ സമയത്ത് ലക്ഷ്മി ഭഗവതിയായ ജാനകി താൻ ഇതെങ്ങനെ ധരിക്കുമെന്നുള്ള സങ്കടത്തോടെ ഭദ്രവചനത്തിലേക്ക് ലജ്ജയോടെ നോക്കി. സീതയുടെ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കിയ രാമരാഘവൻ പരുഷമായ മരവുരി വാങ്ങി അവളുടെ പട്ടുവസ്ത്രങ്ങളുടെ പുറത്ത് അണിയിച്ചു. ഇത് കണ്ട ജനങ്ങളെല്ലാം ദുഃഖത്താൽ വിലപിക്കുന്നത് കേട്ട വസിഷ്ഠൻ കൈകേയിയോട് കോപത്തോടെ ദുഃഖത്തോടും കൂടി പറഞ്ഞു, ദുഷ്ടേ, രാക്ഷസി, കപോലശീലേ, രാമൻ വനത്തിൽ പോകണം എന്നല്ലേ നീ വരം ചോദിച്ചുള്ളൂ? സീതാദേവിക്ക് മരവിരി നൽകുവാൻ നിന്റെ മനസ്സിൽ തോന്നിയത് എന്തുകൊണ്ട്? പതിവ്രതയായ സീത സർവാഭരണ വിഭൂഷിതയായി പട്ടുവസ്ത്രങ്ങൾ ധരിച്ചു തന്നെ അനുഗമിക്കട്ടെ. വനവാസത്തിലെ ദുഃഖങ്ങൾ ഇല്ലാതാക്കാൻ ഭർത്താവിന്റെ മനസ്സിനെ ആനന്ദിപ്പിച്ച് ഭദ്ര ശുശ്രൂഷയും ചെയ്തുകൊണ്ട് അവർ തമ്മിൽ പിരിയാതെ മനഃശുദ്ധിയോടെ സഞ്ചരിച്ചാലും. വനയാത്ര. രാഘവൻ ഗേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങി അരുൾ ചെയ്തു, കൈകേയിയാകിയ മാതാവ് തന്നോടു ശോകം കളഞ്ഞാലു അമ്മേ മനസ്സിതേ. സൗമിത്രയും ജനകാത്മജയും ഞാനും സൗമുഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു. ഖേദമകലെ കളഞ്ഞിനി ഞങ്ങളെ താതനാജ്ഞാപിക്ക വേണ്ടതതുപോലെ. ഇഷ്ടവാക്യം കേട്ടു കൈകേയി സാദരം പെട്ടെന്നെഴുന്നേറ്റിരുന്നു സംഭ്രമം. ശ്രീരാമനും മൈഥിലിക്കും അനുജനും ചീരങ്ങൾ വെവ്വേറെ നൽകിയാളമ്മയും ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യചീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ. കരലോചന അനുജ്ഞയാവൽക്കലം ലക്ഷ്മണൻ താനുമുടുത്താനുമതു നേരം. ലക്ഷ്മി ഭഗവതിയാകിയ ജാനകി വൽക്കലം കയ്യിൽ പിടിച്ചുകൊണ്ടാകുലാൽ പക്ഷമെന്തുള്ളിലെന്നുള്ള അതറിവാനായി തക്ഷണേ ലജ്ജയാ ഭദ്രമുഖാംബുജം ഗൂഢമായി നോക്കി നാളെങ്ങനെ ഞാനിതു ഗാഠമൊടുക്കുന്നതെന്നുള്ള ചിന്തയാ. മംഗളദേവതാ വല്ലഭൻ രാഘവൻ ഇംഗിതജ്ഞൻ തഥാ വാങ്ങി പരുഷമാ. വൽക്കലം ദിവ്യാംബരോ പരിവേഷ്ടിച്ചു സൽക്കാരമാനം കലർന്നു നിന്നിടിനാൻ. എന്നതു കൊണ്ടൊരു രാജാധരങ്ങളും അന്യരായുള്ള ജനങ്ങളുമൊക്കവേ വന്ന ദുഃഖത്താൽ കരയുന്നതു കേട്ടു നിന്നരുളീടും വസിഷ്ഠ മഹാമുനി. കോപേന ഭർസി
വസിച്ചു കൈകേയി തന്നോടു താവേന ചൊല്ലിനാൻ എന്തിതു തോന്നുവാൻ. ദുഷ്ടേ നിശാചരി ദുർവൃത്ത മാനസേ കഷ്ടമോർത്തോളം കഠോരശീലേഖലേ. രാമൻ വനത്തിനു പോകേണമെന്നല്ലോ താമസശീലേ വരത്തെ വരിച്ചു നീ. ജാനകി ദേവിക്കു വൽക്കലം നൽകുവാൻ മനസ്സേ തോന്നിയതെന്തൊരു കാരണം. ഭക്ത്യാ പതിവ്രതയാകിയ ജാനകി ഭർത്താവിനോടു കൂടെ പ്രയാണം ചെയ്യുകയിൽ സർവാഭരണ വിഭൂഷിത ഗാത്രിയായി ദിവ്യാംബരം പൂണ്ടനുഗമിച്ചിടുക. കാനന ദുഃഖ നിവാരണാർത്ഥം പതിമാനസവും രമിപ്പിച്ചു സദാകാലം ഭദ്രശുശ്രൂഷയും ചെയ്തു പിരിയാതെ ചിത്തശുദ്ധ്യാ ചരിച്ചിടുകന്നേവരൂ.